ഹായ് കൂട്ടുകാരെ, എല്ലായിടത്തും നല്ല മഴയും കാറ്റൊക്കെ ഉണ്ടായി ഇന്നലെ അല്ലേ. അപ്പോൾ ഇന്നലെ അങ്ങനെ ഉണ്ടായ സമയത്ത് ഇവിടെ നല്ല കാറ്റുണ്ടായി. നമ്മുടെ അടുത്ത് തേക്കൊക്കെ ഒടിഞ്ഞ് വീണത് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ മരങ്ങളൊക്കെ ഒടിഞ്ഞ് വീണു, കറണ്ടൊക്കെ പോയി. ഞങ്ങൾക്ക് ഇന്നലെ കറണ്ട് പോയിട്ട് വൈകിട്ട് കറണ്ട് വരുമെന്ന് വിചാരിച്ചു. വൈകിട്ട് കറണ്ട് വന്നൊന്നുമില്ല. അതുപോലെ നമുക്ക് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് എന്തൊരു ബുദ്ധിമുട്ടാണ്. എല്ലാവരും ഉണ്ട്. ഇപ്പോൾ അവനിക്കുട്ടി അമ്മയും അച്ഛനൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യല്ലേ. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇൻവെർട്ടറിൽ കുറച്ച് സമയമൊക്കെ ഇൻവെർട്ടറിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതും പോയി. മൊബൈൽ ചാർജ് എല്ലാവരുടെയും ചാർജൊക്കെ കഴിഞ്ഞു. അതുപോലെ തന്നെ ലാപ്ടോപ്പുകളും ഒന്നും പിന്നെ നമുക്ക് പറ്റിയില്ല കേട്ടോ ചാർജ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ മോൻ പറഞ്ഞ്, എല്ലാവരും കൂടി ഇങ്ങനെ ഇരുട്ടത്ത് ഇങ്ങനെ ഇരിക്കില്ലേ, നമുക്കൊന്ന് ഒന്ന് പുറത്ത് പോയിട്ട് വെറുതെ ഒന്ന് റൗണ്ട് അടിച്ച് വരാമെന്ന്. അപ്പോൾ വടക്കാഞ്ചേരി മൊത്തം കറണ്ടില്ല കേട്ടോ. വടക്കാഞ്ചേരി എല്ലായിടത്തും ഇരുട്ടിലായിട്ട് നമ്മളിങ്ങനെ കാണുകയാണ്. അപ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എപ്പോഴൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. മരങ്ങൾ വീണിട്ട് കറണ്ട് ഒരു ദിവസമായി നമ്മൾ ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും. അപ്പോൾ അവർ പറയും നേരെയൊക്കെ ഇങ്ങോട്ടിരിക്കുകയാണ്, ഇപ്പോൾ വരും, മരം വീണിട്ടുണ്ടെന്നൊക്കെ പറയും. ഇപ്പോൾ ചില ദിവസം രാത്രിയൊക്കെ ആകുമ്പോൾ വരും, ഇല്ലെങ്കിൽ പിറ്റേ ദിവസം വന്നിട്ടുള്ള ഒരു കാലമൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ആ കാലഘട്ടത്തിന് ശേഷം പിന്നെ നമ്മൾ അനുഭവിക്കുന്നത് 2018 ആ വെള്ളപ്പൊക്ക സമയത്ത്. എന്നാലിത് പിറ്റേ ദിവസം വന്നു കേട്ടോ. ഇത് അതിലും കടുപ്പായിപ്പോയി. നമുക്ക് ഇന്നലെ പോയ കറണ്ട്, ഇന്നലെ കാലത്ത് പോയതാണ്, പകൽ പോയതാണ്. ആ കറണ്ട് നമുക്ക് ഇന്ന് രാത്രി, അതായത് 22-ാം തീയതി പോയ കറണ്ട് നമുക്ക് 23-ാം തീയതി രാത്രി ഒരു 9 മണിക്ക് ശേഷമാണ് വരുന്നത് കേട്ടോ. അത്രയും സമയം നമുക്ക് കറണ്ട് ഇല്ലാതിരുന്നു. അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ അല്ലേ. കാരണം നമുക്ക് കറണ്ട് ഇല്ലാത്ത ഒന്നിനും പറ്റില്ല, വർക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ മൊബൈൽ ചാർജ് ചെയ്യുക, മോട്ടർ ഇട്ടാൽ നമ്മൾ വെള്ളം ടാങ്കിലേക്ക് നിറയ്ക്കണമെങ്കിലും അങ്ങനെ തന്നെ വേണമല്ലേ. അപ്പോൾ ഇതൊക്കെ ഇന്നലെ ഉണ്ടായ കാറ്റിൻ്റെ കുറച്ച് ഭാഗം കേട്ടോ. എന്ത് പെട്ടെന്നുണ്ടായത്. ഞാൻ തുണിയൊക്കെ തോരടാനായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതായിരുന്നു. ആ സമയത്ത് അങ്ങനെ ഉണ്ടായി. അപ്പോൾ എനിക്ക് ആകെ പേടിയായി. അപ്പോൾ ഞാൻ അമ്മോട് സിറ്റ് ഔട്ടിൽ നിൽക്കാൻ പറഞ്ഞു. കാരണം എടുത്ത തുണികൾ എടുത്ത് നമ്മുടെ കയ്യിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ തുണി ഇടും വേണ്ട, ഒന്നും വേണ്ട വെച്ചിട്ട് അതേ സ്പീഡിൽ ഓടി ഞാൻ സ്റ്റെപ്പിൻ്റെ അവിടേക്ക് വന്നിട്ട് അമ്മേനെ വേഗം ഉള്ളിലേക്ക് മാറ്റി. കാരണം എന്താ വെച്ചാൽ വല്ല മരങ്ങളും വീണ് കഴിഞ്ഞാൽ അമ്മയ്ക്ക് നമ്മുടെ എന്തെങ്കിലും ഓടാനും പിടിക്കാനൊന്നും പറ്റില്ലല്ലോ. സിറ്റ് ഔട്ടിലാണ് നിൽക്കണ കൊണ്ടല്ലേ. സിറ്റ് ഔട്ടിൽ നിൽക്കണ അമ്മ എന്ത് ചെയ്തു, എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സ്റ്റെപ്പ് ഇറങ്ങി വന്ന് നിൽക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ആകെ പേടിയായിട്ടോ. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ട് വീഡിയോ എടുത്തതാട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാനിപ്പോൾ വീഡിയോ എടുക്കാനും നിൽക്കാനൊന്നും പറ്റിയില്ല. കാരണം ഇത് കണ്ടപ്പോൾ അമ്മേനെയും കൊണ്ട് ഞാൻ അകത്തേക്ക് കൂടുതൽ ചെയ്തതാണ് ഉണ്ടായത് കേട്ടോ. കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. നാശനഷ്ടങ്ങൾ വെച്ചാൽ ഇങ്ങനെ മരങ്ങൾ വീണിട്ടും അതുപോലെ തന്നെ കൃഷി നശിച്ചതും ഒക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പത്രം വായിച്ചിട്ടില്ല, ഒന്നും വായിച്ചിട്ടില്ല കേട്ടോ, ന്യൂസും കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് 22-ാം തീയതി പകൽ പോയ കറണ്ട് പിന്നെ 23-ാം തീയതി രാത്രി 9 മണിക്ക് ശേഷം, അതായത് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഞാൻ സൗണ്ട് കൊടുക്കുന്ന സമയത്താണ് കേട്ടോ. അപ്പോൾ അതുവരെയും വന്നിട്ടില്ല. ഞങ്ങളിങ്ങനെ സന്ധ്യയാകുമ്പോൾ 8 മണി വരെയൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ മക്കൾ പറഞ്ഞു വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരാം, എവിടെയെങ്കിലും വെളിച്ചമുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചം കാണാമല്ലോ എന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പറയണേ, നമ്മൾ ചെറുപ്പത്തിലൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഈ വെള്ളപ്പൊക്ക സമയത്തൊന്നും ഉണ്ടായിരിക്കണത്. അതിലല്ല നമ്മളിങ്ങനെ ഒന്നും അടുത്ത കാലത്തൊന്നും ഇങ്ങനെ അനുഭവിച്ചിട്ടേ ഇല്ല. അങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ ഡ്രസ്സ് മാറ്റാൻ നോക്കിയപ്പോൾ അവൻ എന്നെ ചീത്ത പറഞ്ഞു. പിന്നെ നിങ്ങളിട്ട ഡ്രസ്സ് ഇട്ടിട്ട് വന്നാൽ മതി, ഇനിയിപ്പോൾ മാറ്റാൻ നിൽക്കണം. ഞാൻ പറഞ്ഞു നൈറ്റ് ഇട്ടിട്ടൊക്കെ എങ്ങനെ പോകാൻ ചോദിച്ചപ്പോൾ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ നിർബന്ധം പറഞ്ഞിട്ട് കാറിൽ കയറ്റി. അതുപോലെ തന്നെ അവനിക്കുട്ടിയുടെ അമ്മയും അതുപോലെ തന്നെ ഉണ്ണിവാവിടെ അമ്മയും നൈറ്റ് ഡ്രസ്സ് ഇട്ടിരിക്കണം. എൻ്റെ അമ്മയായിട്ട് ഒരു പഴയ കൂറ സാരി എന്ന് പറഞ്ഞ സാരിയായിരുന്നു. മഴയല്ലേ ഒക്കെ ഉണങ്ങി കിട്ടണ്ടെന്നുള്ളതിൽ ഇത്തിരി പഴയത് ചോയൽ സാരി തന്നെയാണ്. അങ്ങനെ കേട്ടോ. ഞങ്ങളങ്ങനെ പോയിട്ട് വടക്കാഞ്ചേരിയൊക്കെ ഇരുട്ടിലായിട്ട് കിടക്കുകയാണ്. അവിടെ നിന്നൊക്കെ പോയിട്ട് തണി സെലക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്. അവിടെ കയറിയിട്ട് അവൾ പറഞ്ഞു, അവനിക്കുട്ടിയുടെ അമ്മ പറഞ്ഞു ഒരു സോപ്പ് കുടിക്കുക എല്ലാവർക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമായിട്ട് നൈറ്റ് ഇട്ടിട്ട് പോകുന്ന ആൾ ഞാനായിരിക്കാം. പക്ഷേ ഇന്ന് ഞാൻ ചെയ്ത നാളെ എല്ലാവരും അതുപോലെ പൊക്കോളും. പക്ഷേ ആരും അതൊന്നും ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ എല്ലാവരും ഇതുപോലെ കറണ്ടില്ലാത്ത കാരണം ഇങ്ങനെ നിറയെ തിരക്കായിട്ട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഹോട്ടലിലേക്ക്. അപ്പോൾ അവിടെ വരെ എത്തിയപ്പോൾ ഞങ്ങൾ എന്ത് പറഞ്ഞു, എന്നാൽ ഇനി അവർ പറഞ്ഞു എന്നാൽ അമ്മായിയുടെ വീട്ടിലേക്ക് പോകാം നമുക്ക്, എന്നിട്ട് ഉണ്ണീനെയും കണ്ടിട്ട് പോരാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി. ഞാൻ പറഞ്ഞു ഞാൻ ഈ വേഷമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇത്രയും ദൂരമൊക്കെ യാത്ര ചെയ്യാൻ പറഞ്ഞു. അതൊന്നും സാരില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ട് അവിടെ പോയി ഞങ്ങളെല്ലാവരും മൊബൈലൊക്കെ ചാർജ് ചെയ്തിട്ട് പോന്നു. അപ്പോഴാണ് അവനെക്കുട്ടിയുടെ അമ്മ പറഞ്ഞു അയ്യോ എൻ്റെ ലാപ്ടോപ്പ് എടുക്കാമായിരുന്നു, അവളുടെ ചാർജ് കഴിഞ്ഞിട്ട് ഡ്യൂട്ടി ചെയ്യാണ്ടിരിക്കുകയാണേ, അപ്പോൾ ലാപ്ടോപ്പ് എടുക്കാമായിരുന്നു പറഞ്ഞു. അപ്പോൾ അവരവിടെ നിന്നോളാൻ പറഞ്ഞു. വെള്ളമൊക്കെ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ല. നമ്മൾ നിറയെ ആൾക്കാരുള്ള കാരണം വെള്ളം ഞാൻ ഇന്ന് രാത്രിയാണ് മോട്ടർ അടിച്ച് ടാങ്ക് നിറച്ചിടുക കേട്ടോ. അപ്പോൾ ഇന്നലെ 21-ാം തീയതി രാത്രി അടിച്ചിട്ടതാണ്. 22-ാം തീയതി നമ്മൾ മോട്ടർ അടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. എല്ലാവരും ഉള്ള കാരണം വെള്ളത്തിനും ചിലവല്ലേ.
അപ്പോൾ എന്നാൽ നിങ്ങളെല്ലാവരും ഇവിടെ നിന്നോളാം പറഞ്ഞു. ഇല്ല പറഞ്ഞിട്ട് ഞങ്ങളിവിടെ പോകുന്നു. ഇത്രയൊന്നും വിചാരിച്ചില്ല കറണ്ട് ഉണ്ടാവില്ല എന്ന്. അപ്പോൾ ഇന്ന് 23-ാം തീയതി രാവിലെ നമ്മൾ 9 മണി വരെയും കറണ്ട് കാണാനില്ല. അപ്പോൾ ഇരുന്നലങ്കോട് നമ്മൾ അന്വേഷിച്ചപ്പോൾ അവിടെയൊക്കെ കറണ്ട് വന്നു രാത്രി 9 മണിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇരുന്നലങ്കോട്ടേക്ക് യാത്ര തിരിച്ചു. എല്ലാവരും എല്ലാം കെട്ടും കിടക്കൊക്കെ എടുത്ത് പറഞ്ഞ പോലെ ലാപ്ടോപ്പുകളും മൊബൈൽ ചാർജറുകൾ കുളിക്കാനുള്ള എല്ലാവരും ഡ്രസ്സുകളും എല്ലാം കൂട്ടിയിട്ട് എടുത്തിട്ട് നമ്മൾ പോയി ഇരുന്നലങ്കോട്ടേക്ക് ഇട്ട്. അപ്പോൾ ഇത് മുള്ളൂർക്കര റെയിൽവേ ട്രാക്കാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഗേറ്റിൽ പെട്ടു നമ്മൾ. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ്. ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിലേക്ക് വരുമ്പോഴും അതുപോലെ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് വരുമ്പോഴും എൻ്റെ വീട്ടിലേക്ക് വരുമ്പോഴും റെയിൽവേ ട്രാക്ക് ഉണ്ട്, അതായത് മുള്ളൂർക്കരയിലും മാരാത്തുകുന്നത്തും. അപ്പോൾ അത് കടന്നിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ മുള്ളൂർക്കര ഷൊർണൂർ റൂട്ടിൽ നിന്നും ഇടത്തോട്ട് തിരിയുമ്പോഴാണ് മുള്ളൂർക്കര പരവൂരിലേക്കുള്ള റോഡ് ഇരുന്നലങ്കോട്ടേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ മുള്ളൂർക്കര ട്രാക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോണ വഴി. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് വീഡിയോ എടുത്തു എന്ന് മാത്രം. അപ്പോൾ മൊബൈലിൽ ചാർജൊക്കെ അനിയത്ര വീട്ടിൽ പോയപ്പോൾ ചാർജ് ചെയ്ത കാരണം കുറച്ച് ചാർജ് ഉണ്ടല്ലോ. പിന്നെ ഇരുന്നലങ്കോട്ടേക്ക് പോകുമ്പോൾ അവിടെ കറണ്ട് ഉണ്ടല്ലോ സമാധാനത്തിലാണ് കേട്ടോ വീഡിയോ എടുത്തത്. അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് കാര്യമൊന്നുമില്ല. പിന്നെ എൻ്റെ നെറ്റും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇനിയിപ്പം ഞങ്ങളിങ്ങനെ ഇരുന്നലങ്കോട്ടേക്ക് നേരിട്ട് പോകുമ്പോൾ അത് മുള്ളൂർക്കര തിരിവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ റെയിൽവേ ട്രാക്ക് കഴിഞ്ഞ സ്റ്റാറിൻ്റെ കമ്പനിയാണ്. അത് കഴിഞ്ഞ ഇടത് ഭാഗത്ത് കാണുന്നത് ASM NSS UP സ്കൂൾ, അമ്പലംകുന്ന് സ്കൂൾ എന്ന് പറയും. ഇവിടെ 5ഉം 6ഉം 7ഉം മാത്രമേ ഉള്ളൂ. അവിടെയാണ് ഞാൻ പഠിച്ചേക്കുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് കാർമൽ മൗണ്ടാണ് കേട്ടോ. അതായത് സംസാരിക്കാത്തയും കേൾവി ശക്തി ഇല്ലാത്ത കുട്ടികൾക്കൊക്കെ ഉള്ള ക്ലാസ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പം എന്താണെന്നൊക്കെ അറിയില്ല കേട്ടോ. പിന്നെ നേരെ കാണുന്നത് അഞ്ചുമൂർത്തി അമ്പലമാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇരുന്നലങ്കോട്ടേക്കുള്ള റോഡ് തന്നെയാണ് ഇത്. അതായത് വരവൂർക്ക് പോണ വഴിയാണ് മുള്ളൂർക്കരയിൽ നിന്ന്. അപ്പോൾ അവിടുന്ന് ഞാൻ പറഞ്ഞിട്ട് 1.5 കിലോമീറ്റർ ഉള്ളൂ ഇരുന്നലങ്കോട്ടേക്ക് നിന്ന്. അപ്പോൾ ഞാൻ ഒന്നിങ്ങനെ വീഡിയോ എടുത്തു എന്ന് മാത്രം. അങ്ങനെ നമ്മളവിടേക്ക് ഇരുന്നലങ്കോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇരുന്നലങ്കോട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ദേ ഇരുന്നലങ്കോട്ടേക്ക് പോകുമ്പോൾ നമ്മളിപ്പോൾ നേരെ കാണുമ്പോൾ അങ്ങോട്ട് വലത്തോട്ട് തിരിഞ്ഞാൽ ഇങ്ങനെ വലത്തോട്ടും പോവാട്ടോ അമ്പലത്തേക്ക്. അത് കഴിഞ്ഞാൽ സെൻറ്റർ വഴിക്കാണ് പോകണമെന്ന് വെച്ചാൽ അപ്പോൾ നമ്മളിതാ ഇറങ്ങി പോകണ വഴി കൂടെയാണ് സെൻറ്ററിലേക്ക് കൂടെയാണ് നമ്മൾ ഇരുന്നലങ്കോട്ടേക്ക് പോകുന്നത്. അതായത് ബസ് സ്റ്റോപ്പൊക്കെ അവിടെയാണ് കേട്ടോ. അപ്പോൾ അന്തേവാസി കെട്ടിടത്തിൻ്റെ അവിടേക്കാണ് വലത്തോട്ട് പോവുക. ഇത് നേരെ പോയാൽ നടക്കിലേക്ക് തന്നെയാണ് പോവുക കേട്ടോ. അപ്പോൾ ഞാൻ കാണാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചെടുത്തതാണ്. അപ്പോൾ ഇതേ നമ്മുടെ ഇരുന്നലങ്കോട് സെൻറ്ററിൽ നമ്മൾ എത്തിയത് വലിയാലും കണ്ടില്ലേ അമ്പലത്തിലേക്ക് തിരിയുന്ന വഴി. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് അവിടെ അമ്പലമുറ്റത്താണ് കാറ് പാർക്ക് ചെയ്തിട്ട് അവിടെയാണ് പാർക്ക് ചെയ്തിട്ട് നമ്മൾ വീട്ടിലേക്ക് കയറുന്നത് കേട്ടോ. വീട്ടിലേക്ക് കയറ്റിയിടാം, പക്ഷേ ഇപ്പോൾ സ്ലാബൊക്കെ മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇരുന്നലങ്കോട് അമ്പലത്തിൻ്റെ ബാക്കിൽ ഇങ്ങനെ വെള്ളം ഞാൻ പറയാറുണ്ട് പാറപ്പുറമാണ്. ആ പാറപ്പുറത്ത് നിറച്ച് വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ അവനിക്കുട്ടിക്ക് അത് വലിയ സന്തോഷമായി. അവളത് വളരെ സന്തോഷമായിട്ട് അതിൽ കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നോട് പറയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറയാണ് സന്ധ്യയൊക്കെ ആയപ്പോൾ അച്ചമ്മ നമുക്ക് വാട്ടർഫോളിൻ്റെ അവിടേക്ക് പോവുക, അവിടെ നന്നായിട്ട് കളിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ കുറേ ദൂരം കൊണ്ടേ കുറച്ച് ദൂരമേ ഉള്ളൂ വരൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോയൊന്നുമില്ല, വെറുതെ ഉണ്ണിവാവേനെ എടുത്ത് അവനിക്കുട്ടീനെയും കൂട്ടിയിട്ട് അമ്പലത്തിൻ്റെ നട വരെ പോയിട്ട് തൊഴുതിട്ട് ഇങ്ങനെ പോന്നു കേട്ടോ. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നമ്മൾ താമസിക്കണമെന്നില്ല. അമ്മ എൻ്റെ കൂടെ ആയതുകൊണ്ടും അനിയത്തി അവിടെ ഇല്ലാത്ത കാരണം വീട് പൂട്ടിയിട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ടിട്ട് വേണം പോകാനായിട്ട്. ഞങ്ങൾ വിചാരിച്ചു കറണ്ട് ഉച്ചയാകുമ്പോഴത്തേനും വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നും കൊണ്ടുപോകാതെ പോയത്. പിന്നെ അടുത്തൊരു കട ഉണ്ടായിരുന്നു, അവിടുന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചു ഞാൻ. പിന്നെ അരിയൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ചോറ് വെച്ചു, പിന്നെ പയറും ഉപ്പേരി വെച്ചു, അതുപോലെ ഒരു സാമ്പാറും തട്ടിക്കൂട്ട് സാമ്പാറും ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ എങ്ങനെ പോയാലും ദൈവം ഒരാളിപ്പോൾ തോൽപ്പിച്ചാലേ നമുക്ക് തോൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അല്ലാത്ത പക്ഷം നമ്മളിങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലൊക്കെ അങ്ങോട്ട് ഇതാക്കും, കാര്യങ്ങൾ ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും പറഞ്ഞു കറിയൊക്കെ നന്നായി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വൈകിട്ട് ചായ ഉണ്ടാക്കി. പിന്നെ അവിടെ ചെന്നുടനെ ഞാൻ മോട്ടർ ഇട്ടു, കാരണം ഇനി വെള്ളത്തിൻ്റെ ക്ഷാമം വേണ്ട വെച്ചിട്ട് മോട്ടറൊക്കെ ഇട്ടു. അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു. ശരി ഇനി അവിടെ തന്നെ ഒന്ന് രാത്രി നിൽക്കാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോൾ ഇവിടെ അടുത്തുള്ളവർ വിളിച്ചു വിട്ടാൽ കറണ്ട് വന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ അതേ 10 മണിയൊക്കെ ആകുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഇതും എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചത് തന്നെയാണ്, മാടക്കത്തറയിൽ ഇങ്ങനെ ഉണ്ടായതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ടൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ അങ്ങനെ ചുഴലി എന്താ ചുഴലിക്കാറ്റ് പോലെയാണെന്നൊക്കെ അല്ലേ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തായാലും കാണുമ്പോൾ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ പേടിയാൻ തന്നെയല്ലേ. എത്ര മരങ്ങളാണ് റോട്ടിലൊക്കെ കടപുഴകി വീണതൊക്കെ അറിയോ. അകമല അമ്പലത്തിൻ്റെ അവിടെയൊക്കെ നിറയെ മരങ്ങൾ, വലിയ വലിയ മരങ്ങളാണ്. അപ്പോൾ നമ്മൾ മരം നടണം, മരം ഒരു മരം എന്നൊക്കെ പറഞ്ഞാൽ ശരിയാണ്. പക്ഷേ റോഡ് സൈഡിലൊക്കെ ആകുമ്പോൾ അതൊക്കെ ബുദ്ധിമുട്ട്. അങ്ങനെയൊക്കെ ആകുമ്പോൾ അല്ലേ വാഹനങ്ങൾ പോകുമ്പോൾ വാഹനത്തിൻ്റെ മുകളിലേക്ക് വീഴും. ഇന്നലെ എൻ്റെ അനിയൻ അവരുടെ വീട്ടിൽ നിന്ന് അനിയത്തിയുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് വരുന്ന തൊട്ട് മുന്നിൽ ഒരു മരം വീണു. വണ്ടികൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോഴാണ് വീണതെന്ന് പറയുകയാണേ.
എന്താ അങ്ങനെ ചെയ്യുക. അതുപോലെ അതിനിടയ്ക്ക് ഇപ്പോൾ ഇങ്ങനെയൊക്കെ കഴിഞ്ഞു ഈ മരുന്നൊക്കെ കഴിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് 12:30 1 മണിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ അടുത്തുള്ളവരൊക്കെ പറഞ്ഞു പെട്രോൾ പമ്പ് കത്തിയിട്ടുണ്ട്, പെട്രോൾ പമ്പ് കത്തിയെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്താണ് വാഴക്കോട്, അതായത് നമ്മൾ വടക്കാഞ്ചേരിയിൽ നിന്ന് മുള്ളൂർക്ക് എത്തണേക്കാൾ മുന്നേ വാഴക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് 2 പെട്രോൾ പമ്പ് ഉണ്ട് കേട്ടോ. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് പോകുമ്പോൾ വടക്കാഞ്ചേരിയിൽ നിന്ന് ഷൊർണൂർക്ക് പോകുമ്പോൾ ഇടത് ഭാഗത്ത് കാണുന്ന പെട്രോൾ പമ്പാണ്, ആ പെട്രോൾ പമ്പാണ് കത്തിയത് കേട്ടോ. വേറെ അപകടങ്ങളൊന്നും ഉണ്ടായില്ല. ഒരു ഇരുചക്ര വാഹനത്തിന് എന്തോ അപകടം പറ്റിയെന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഓരോന്ന് കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ പേടി തന്നെയാണ്. എന്തായാലും എന്താ ചെയ്യല്ലേ, പിന്നെ ആൾക്കാരിനെയൊക്കെ മാറ്റണം, എന്തൊക്കെയാണ് അത് കാണിക്കുന്നത്. അധികം അപകടങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് അതങ്ങോട്ട് ഒഴിഞ്ഞ് മാറ്റാനും കാര്യങ്ങൾക്കൊക്കെ പറ്റിയത് എത്രയോ ഭാഗ്യമായി. എന്താ കണ്ടില്ലേ. അപ്പോൾ ഇന്നത്തെ ഇതൊക്കെ തന്നെയുള്ളൂ എൻ്റെ വിശേഷങ്ങൾ കേട്ടോ. ഇതൊക്കെ തന്നെ, ഈ വിശേഷം തന്നെ കേട്ടാൽ പോരല്ലേ. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് വേറൊരു വിശേഷമായിട്ട് ഞാൻ വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം.